ക്രിസ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ മീൻ മുളകിട്ടതൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് മിക്കവർക്കും ഉള്ള ഒരു പരാതിയാണ് തിക്നെസ് അധികം വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മള് മത്സ്യ ഫിഷറീസിന് കിട്ടിയിട്ടുള്ള പൂമീൻ കൊണ്ട്, പൂമീൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഫിഷ് എന്നൊക്കെ പറയും, അതിന്റെ ശാസ്ത്രീയ നാമം ചനോസ് എന്നൊക്കെയാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്. അപ്പൊ ഈ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. ഒരു മത്സ്യം ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്കും കൂടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് പൂമീൻ കൊണ്ട് ഒരു മുളകിട്ട ഒരു കറി, ഒരു നാടൻ രീതിയിൽ കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഉപകാരമാവണ ഒരു രീതിയാണ് ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പയും മീനൊക്കെ കഴിക്കില്ലേ, അപ്പോഴും ഇത്തിരി തിക്കുണ്ടായ ഗ്രേവിക്ക് ഇത്തിരി തിക്കുണ്ടായി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഇതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പൂമീൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് 1 കിലോ ഉണ്ട് കേട്ടോ. മഞ്ഞളും ഉപ്പും വിനീഗറും കൂടിയിട്ട് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം. ഞാനൊരു 10-12 ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ട്. സവാള എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മധുരം ഉണ്ടാവും. ചെറുള്ളി അല്ലെങ്കിൽ ചെറിയൊരു സവാള എടുക്കാം. പിന്നെ ഇവിടെ ഒരു 5-10 വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി എടുത്തു. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുക്കാം കേട്ടോ. ഇപ്പൊ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഒരു കുഴമ്പ് പരുവായിട്ട് ഇത്തിരി ഒരു തിക്നെസ് ഗ്രേവിക്ക് വരും. അപ്പൊ അതുകൊണ്ടും പിന്നെ നല്ലൊരു കളറും കിട്ടും ഈ കാശ്മീരി മുളക് പൊടി എടുത്താൽ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ഈ ഒരു സൈസുള്ള ടൊമാറ്റോ നമുക്ക് വേണം. നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ പ്രിപ്പറേഷന് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 5-6 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 5-10 ഈ ഒരു സൈസിലുള്ള കുടംപുളി കേട്ടോ. 5-10 കഷ്ണാവാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് വേണം. 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും വേണം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ടൊമാറ്റോയും ഒന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഒരുപാട് അങ്ങനെ ചെറിയ കഷ്ണമായില്ലെങ്കിലും വിരോധമൊന്നുമില്ല. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ കുറച്ച് പേര് ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഉണ്ട്. അതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരുപാട് സ്നാക്സും കറികളും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ ക്രിസ്പി കിച്ചൺ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് പേജ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് ടൊമാറ്റോ അരിഞ്ഞതും ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് വെക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂക്കണ വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോഴേ ഈ കറിവേപ്പില ഫ്രഷ് ആയിട്ട് അങ്ങനെ ചെടിയിൽ പൊട്ടിക്കുക ചെയ്യാം. അപ്പൊ നേരത്തെ ഞാൻ കറിവേപ്പില പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഞാൻ പൊട്ടിച്ചു. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ഇടാം ഈ മീൻ കറിക്ക് കേട്ടോ. അപ്പൊ ഒരു 4 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റോളം ഒന്ന് നമ്മൾ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചേക്കണം ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ
ഉള്ളിയും പച്ചമണം ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഫ്ലെയിം നന്നായിട്ടൊന്ന് താത്തി വെച്ചിട്ട് ഈ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ മുളക് പൊടി ഒന്ന് നന്നായി മൂത്ത് വരണം. മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ടൊമാറ്റോ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ഇടയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കൂളാവാൻ വെക്കണം. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ആ മസാല നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. മിക്സിയുടെ കപ്പ് കഴുകിയ വെള്ളം കൂടി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഇതൊന്ന് ചൂടാവുമ്പോ നമുക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. അപ്പൊ നമ്മള് എണ്ണ ചൂടായിട്ട് കടുകും ഉലുവയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പൊട്ടി കഴിയാറായിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ അരച്ചു വെച്ച മസാല. ഈ മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഇതിലൊന്ന് വഴന്നു വരണം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ആ മൂപ്പും കൂടി ആവും. അപ്പോഴായിരിക്കും മീനിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മീൻ കറി വെക്കുമ്പോ. അപ്പൊ ആ സമയത്ത് നമുക്കൊന്ന് ഈ മീനൊന്ന് ഒന്നുകൂടി കഴുകിയിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഇത് 3-4 മിനിറ്റ് ഇത് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മീനിനെ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള ആ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ പുളി സോക്ക് ചെയ്തിട്ടില്ലേ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ മീനിലേക്കുള്ള ഉപ്പും ഗ്രേവിയിലേക്ക് ഉള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ പെട്ടെന്ന് ഇത് തിളച്ച് വരും. അപ്പൊ ഇത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിടാം. ഇനി മീൻ കഷ്ണങ്ങൾ ഇതിൽ കിടന്ന് തിളച്ച് വെന്ത് മീനിന്റെ ചാറൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പൊ
അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മീനൊക്കെ പൊട്ടാണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ ഇടയില്. അപ്പൊ അതേ കണ്ടോ തിളച്ച് ഇത് നന്നായിട്ട് അത്യാവശ്യം കണ്ടോ ഇപ്പൊ തന്നെ അത്യാവശ്യം തിക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. മീനും വെന്തിട്ടുണ്ട് കണ്ടോ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് ഒന്ന് ചൂടാറുമ്പോ ഒന്നുകൂടി കുറുകും. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ. നല്ല സ്മെല്ലാണ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ. ഒന്ന് തിരുമ്പി ഒന്നിട്ട് കൊടുത്താൽ നന്നായി. നമ്മൾ ഉലുവ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 2 മിനിറ്റ്. എന്നിട്ട് തുറക്കാം. അപ്പൊ നല്ല ഒരു സ്മെല്ല് വരും. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചൂടിലിരുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ തുറക്കുമ്പോ തന്നെ നല്ല മണ. ആ വേപ്പിലേരിയും മീനിന്റെയും ഒക്കെ കൂടി നല്ല സ്മെല്ലാണ്.